പായം പഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പായം പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് കുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഇൻചാർജ് ജെയ്സ് തോമസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത രജിത്ത് അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പവിത്രൻ പായം കരട് വികസന രേഖ അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുമേഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പ്രദോഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ മാസ്റ്റർ, ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ ജയപ്രകാശ് പന്തക്ക, വാർഡ് മെമ്പർ ടോം മാത്യു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ബാബു കാറ്റാടി നന്ദി പറഞ്ഞു. പൊതുവായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, വൻകിട പ്രോജക്റ്റുകൾ കഴിഞ്ഞ ഭരണസമിതി നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു. അത് പൂർത്തിയാവാനുണ്ട്. ഇപ്പോൾ മാടത്തിൽ സ്റ്റേഡിയം പോലെയുള്ള വൻ പ്രോജക്റ്റുകൾ നമ്മുടെ മലയോര മേഖലയിൽ എവിടെയും ഇല്ലാത്ത നിലയിലുള്ള കായിക മേഖലയ്ക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് മാടത്തിൽ സ്റ്റേഡിയം. അത്രയും സ്ഥലമാണ് നമുക്ക് ഉപയോഗ അനുമതി എന്നുള്ള നിലക്ക് പഞ്ചായത്തിന് വിട്ടുകിട്ടിയത്. അവിടെയാണ് 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രം പോരാ, ഇപ്പോൾ ഗ്രൗണ്ട് ലെവലിങ്ങും ഫെൻസിങ്ങും മാത്രമാണ് ആ ഫണ്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ അവിടെ ഒട്ടേറെ ഫണ്ട് ചെലവഴിച്ചാൽ മാത്രമാണ് ഒരു ആധുനിക സ്റ്റേഡിയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. എന്നാൽ ഇത്രയും നമുക്ക്